ഹലോ, സേ ചിയേഴ്സ്. ഇന്നത്തെ റെസിപ്പി വാഴയ്ക്ക ബജ്ജിയാണ്. ആദ്യം നമ്മൾ വാഴയ്ക്ക കഴുകി തൊലി കളഞ്ഞിട്ട് ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞ പീസായിട്ട് മുറിക്കണം. ഇനി വട്ടത്തിൽ മുറിക്കണമെങ്കിൽ അങ്ങനെയാവാം. കട്ടി കൂടി അത് നേരെ വേവില്ല, അപ്പോൾ സ്വാദും ഉണ്ടാവില്ല. വാഴയ്ക്ക നമ്മുടെ ആവശ്യം അനുസരിച്ച് എത്രയും വെച്ചാൽ എടുക്കുക. ഒരു 2 വാഴയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു 3 പേർക്കൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റും. വാഴയ്ക്ക നമ്മൾ ബജ്ജി ഉണ്ടാക്കുന്ന തൊട്ട് മുമ്പായിട്ട് മുറിച്ച് വെച്ചാൽ മതി. ഇത് വെള്ളത്തിലൊന്നും ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മുറിച്ച വഴിക്ക് നമ്മൾ ആ മുക്കിയെടുക്കാനുള്ള മാവ് ഉണ്ടാക്കിയിട്ട് ഇത് മുക്കിയെടുക്കാന്. അതുകൊണ്ട് നമുക്ക് വെള്ളത്തിലൊന്നും ഇട്ട് വെക്കേണ്ടതിന്. വാഴയ്ക്ക മുറിച്ച് വെച്ച ഉടനെ നമ്മൾ ഇനി അത് പുരട്ടിയെടുക്കാനുള്ള മാവ് ഉണ്ടാക്കണം. അതിനൊരു ബൗളിൽ 2 കപ്പ് കടലമാവ്, 1 കപ്പ് അരിപ്പൊടി എടുക്കണം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി, കശ്മീരി അല്ലാട്ടുള്ളൂ, നല്ല മുളക് പൊടി ഇടുക. ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ അജ്വൈൻ, 1/2 ടേബിൾ സ്പൂൺ കായപ്പൊടി. ഇത്രയും ചേർത്ത് നമ്മൾ ഈ മാവിനെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് നമ്മൾ അതിനെ നന്നായിട്ടൊന്ന് ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കണം. ഞാനൊരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് അതിനെ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ നല്ല വൃത്തിക്ക് കിട്ടുന്നുണ്ട്. ഈ ബാറ്ററിൽ ഒരുപാട് തിക്കാവാനും പാടില്ല, ഒരുപാട് ലൂസാവാനും പാടില്ല. അതുപോലെ നമ്മൾ ഈ മാവിൽ അജ്വൈൻ ചേർക്കുന്നത് കടലമാവായതുകൊണ്ടാണ് ഗ്യാസിൻ്റെ പ്രോബ്ലം ഇല്ലാണ്ടിരിക്കാൻ. അജ്വൈൻ്റെ ഒപ്പം വേണമെങ്കിൽ കുറച്ച് ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്തിട്ടില്ല അവിടെ. മാവ് നന്നായി കലക്കിയ ശേഷം അവസാനം ഒരു 1/2 ടേബിൾ സ്പൂൺ സോഡാപ്പൊടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്നും കൂടെ മാവിനെ കലക്കണം. ഇപ്പം നമ്മുടെ ബാറ്റർ റെഡിയായി. ഈ മാവ് റെഡിയായി കഴിഞ്ഞ ഉടനെ നമ്മളൊരു പാന് ചൂടാക്കിയിട്ട് അതിൽ എണ്ണ ഒഴിക്കണം. എണ്ണ ചൂടായ ഉടനെ ഓരോ പീസ് വാഴയ്ക്ക ഈ മാവിൽ മുക്കിയിട്ട് എണ്ണയിൽ ഇട്ട് കൊടുക്കണം. ഒരു സൈഡ് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. 2 സൈഡും ഫ്രൈ ആയി കഴിയുമ്പോൾ അതിനെ വാങ്ങി വയ്ക്കാം. ഒരു പാത്രത്തിലോ ഒരു പ്ലേറ്റിലോ ടിഷ്യൂ പേപ്പർ വിരിച്ചിട്ട് അതിലേക്ക് ഇതിനെ കോരി വാങ്ങി വയ്ക്കുക. ഇതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ വാഴയ്ക്ക മുഴുവനും മാവിൽ മുക്കിയിട്ട് വറുത്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ പിന്നെ ബ്രൗൺ കളർ ആകുകയും ചെയ്യും, നേരെ വേകില്ല. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ഇത് ഫ്രൈ ആയി എന്നറിയാം. പിന്നെ ഈ ബബിൾസ് ഒന്നും അടങ്ങും, നമ്മുടെ എണ്ണയിലുള്ള ബബിൾസ് ഒന്നും അടങ്ങും. അപ്പോൾ അത് ഫ്രൈ ആയി കഴിഞ്ഞു എന്ന് അതിനർത്ഥം. നമ്മൾ ബാറ്ററിലേക്ക് അവസാനം സോഡാപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ആദ്യമേ സോഡാപ്പൊടി ചേർത്ത് മിക്സ് ചെയ്യാൻ പാടില്ല, അവസാനം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. സോഡാപ്പൊടി ഇടുമ്പോഴാണ് ഇതിങ്ങനെ ഒന്ന് വീർത്ത് വരിക ഈ ബജ്ജി, അല്ലെങ്കിൽ ചപ്പിക്കൊണ്ടിരിക്കും. ഇതൊരു ഈസി 4 മണി പലഹാരമാണ്. അത് ആരെങ്കിലും പെട്ടെന്ന് വീട്ടിൽ വന്നാലും വാഴയ്ക്ക ഉണ്ടെങ്കിൽ നമുക്ക് ബജ്ജി ഉണ്ടാക്കി കൊടുക്കാം വൈകുന്നേരം നേരങ്ങളിലാണെങ്കിൽ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് സെക്ഷനിലൂടെ പറയൂ. Thank you. Bye-bye.